ഓക്കെ. നമ്മൾ ഈ പ്ലേലിസ്റ്റിലെ തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോയുടെ കണ്ടിന്യൂഷനാണ്. ആ ടൈപ്പ് തന്നെ വേറൊരു ക്വസ്റ്റ്യനാണ്. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ എല്ലാം ഒരേപോലെ തോന്നും. എ ബി എന്ന് എഴുതും. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ. പ്രത്യേകം ശ്രദ്ധിക്കുക, ബി അല്ല, ഇത് ബി സ്ക്വയർ ആണ്. ഇവിടെ എഴുതുന്നത് ബിയും ഇപ്പുറത്ത് എഴുതേണ്ടത് ബിയുടെ സ്ക്വയറുമാണ്. ഇങ്ങനെ നമ്മളൊരു റിലേഷൻ എഴുതണം. ആൻഡ് ആ റിലേഷൻ നമ്മൾ ചെക്ക് ചെയ്യണം. റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഓക്കെ, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, നോട്ട് റിഫ്ലെക്സീവ് എന്നാണെങ്കിൽ ഏതെങ്കിലും ഒരു ഉദാഹരണം കാണിച്ചാൽ മതി. നോക്കൂ, ആൻസറിലേക്ക് ജസ്റ്റ് നോക്ക്. നോട്ട് റിഫ്ലെക്സീവ് എന്നാണെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഉദാഹരണം മാത്രം കാണിച്ചാൽ മതി. പക്ഷേ അതേ സമയത്ത് റിഫ്ലെക്സീവ് ആണെന്ന് തെളിയിക്കണമെങ്കിൽ നിങ്ങൾ ജനറൽ കേസ് എഴുതിയിട്ട് ബിലോങ്സ് ടു ആർ എന്നൊക്കെ എഴുതി കാണിക്കേണ്ടി വരും. ജനറൽ എന്ന് പറഞ്ഞാൽ എയും ബിയും ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ടി വരുമെന്ന്. അപ്പോൾ നോട്ട് റിഫ്ലെക്സീവ്, നോട്ട് ട്രാൻസിറ്റീവ് അതൊക്കെ തെളിയിക്കാൻ വളരെ എളുപ്പമാണ്. ഇത് സ്വാഭാവികമായിട്ട് ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അയ്യോ, ഏറ്റവും ആദ്യം നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? റിഫ്ലെക്സീവ് ആണോ എന്നുള്ള കാര്യമാണ് ചെക്ക് ചെയ്യേണ്ടത്. റിഫ്ലെക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഏതൊക്കെ സംഖ്യയിലെടുത്തു? 2 2 അല്ലേ? ഒരേ സംഖ്യകൾ അപ്പുറത്തും വരുന്നതിനാണ് നമ്മൾ റിഫ്ലെക്സീവ് എന്ന് പറയുന്നത്. 2 2 എടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. 2 എടുത്തു. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെക്ക് ചെയ്യണോ? രണ്ടാമത്തെ ആളുടെ സ്ക്വയറിനേക്കാൾ ചെറുതാണോ ആദ്യത്തെ ആൾ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, രണ്ടാമത്തെ ആൾ 2, 2ൻ്റെ സ്ക്വയർ എത്ര? 4, 4നേക്കാൾ ചെറുതാണ് 2. ഓക്കെ, ഇത് കറക്റ്റാണ്. അപ്പോൾ 2 2 എന്നുള്ളത് എഴുതാം. അപ്പോൾ 2 2നെ നോക്കുമ്പോൾ റിഫ്ലെക്സീവ് പോലെ തോന്നുന്നുണ്ട്. ഇനി -2 എടുത്ത് നോക്കി. റിഫ്ലെക്സീവ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരേ സംഖ്യ തന്നെ അപ്പുറത്ത് എഴുതുന്നതാണ് എന്ത്? റിഫ്ലെക്സീവ്. ഈ -2 ഒക്കെ എടുക്കാൻ കാരണം എന്താ? റിയൽ നമ്പറിനെയാണ് ചെക്ക് ചെയ്യുന്നത്. 1/2 എടുക്കാനുള്ള കാരണം എന്താ? റിയൽ നമ്പറിൽ വേണം ചെക്ക് ചെയ്യാൻ. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ റിലേഷൻ ആർ ഇൻ ആർ, ആദ്യത്തെ ആർ എന്താ? റിലേഷൻ. രണ്ടാമത്തെ ആർ എന്താ? റിയൽ നമ്പർ. റിയൽ നമ്പറിലുള്ള എല്ലാ സംഖ്യകളും എടുത്തിട്ട് വേണം ചെക്ക് ചെയ്യാൻ. അത് കാരണമാണ് 2 -2 1/2 ഇതൊക്കെ റിയൽ നമ്പറിൽ പെടും. പക്ഷേ എന്തിൽ പെടില്ല? നാച്ചുറൽ നമ്പറിലൊന്നും പെടില്ല. അപ്പോൾ നാച്ചുറൽ നമ്പർ, റിയൽ നമ്പർ, ഹോൾ നമ്പർ, അതിനെപ്പറ്റി ബേസിക്കായിട്ടൊരു ഐഡിയ വേണം. അപ്പോൾ റിയൽ നമ്പർ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. എല്ലാ നമ്പറും റിയൽ നമ്പറാണ്, കോംപ്ലക്സ് നമ്പർ ഒഴികെ. ഓക്കെ, ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നു. അപ്പം -2 എടുത്തു. ഓക്കെ, ഇനി -2ൻ്റെ സ്ക്വയർ നോക്കാം. -2ൻ്റെ സ്ക്വയർ എത്രയാണ്? +4. 4നേക്കാളും ചെറുതാണ് -2. ഓക്കെ, ഇതും കറക്റ്റാണ്. അപ്പോൾ ഇത് നോക്കുമ്പോൾ റിഫ്ലെക്സീവ് ആണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ ഇനി ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ഫ്രാക്ഷൻ 1/2 എടുത്ത് നോക്കി. അപ്പം ഫ്രാക്ഷൻ എടുത്ത് നോക്കി. ആദ്യത്തെ സംഖ്യ 1/2, രണ്ടാമത്തെ സംഖ്യ 1/2ൻ്റെ സ്ക്വയർ വേണം ചെക്ക് ചെയ്യാൻ. ഓക്കെ, 1/2ൻ്റെ സ്ക്വയർ എന്താ? 1/4. ആദ്യത്തെ സംഖ്യ എന്താ? 1/2. ഇത് 1/4നേക്കാളും ചെറുതാണോ 1/2? ഇതിനുള്ളിൽ ചെറിയ സംഖ്യ ഏതാ? 1/4 ചെറുതും 1/2 വലിയ സംഖ്യയാണ്. പക്ഷേ ഇത് ചെറുതെന്നാണ് കണ്ടീഷൻ. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. അതായത് ഇങ്ങനെ ഒരു സംഖ്യ എഴുതാൻ പറ്റില്ല. ഇങ്ങനെ ഒരു ഓർഡേർഡ് പെയർ നമ്മുടെ റിലേഷനിൽ ഉണ്ടാവില്ല. അപ്പം ഞാൻ ഈ വാക്കിൽ സെൻറ്റൻസിൽ പറഞ്ഞത് ഞാൻ മാത്സിൽ എഴുതി കൊടുക്കുകയാണ്. ഓർഡേർഡ് പെയർ 1/2 റിലേഷനിൽ ഇല്ല. നോക്കിയേ, ഓർഡേർഡ് പെയർ 1/2 റിലേഷൻ ആറിൽ ഉൾപ്പെടുന്നില്ല. നോട്ട് ബിലോങ്സ് ടു റിലേഷൻ ആർ. 1/2 എന്ന് പറയുന്നത് റിയൽ നമ്പറിലുണ്ട്, പക്ഷേ 1/2 എന്ന് പറയുന്നത് റിലേഷനിലില്ല. അപ്പോൾ നമ്മുടെ റിലേഷൻ എന്തല്ല? നോട്ട് റിഫ്ലെക്സീവ് ആണ്, റിഫ്ലെക്സീവ് അല്ല. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്ത് എന്ത് ചെക്ക് ചെയ്യണം? സിമെട്രിക് ചെയ്യണം. സിമെട്രിക് എന്ന് പറഞ്ഞാൽ 1/1 2 ഉണ്ടെങ്കിൽ 2 1 വേണം. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1 2 ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഓക്കെ, 1 2 ഉണ്ടോ നോക്കാൻ എന്ത് ചെയ്യണം? 1 എഴുതണം, 2ൻ്റെ സ്ക്വയർ എഴുതണം. 2ൻ്റെ സ്ക്വയർ 4, 4നേക്കാൾ ചെറുതാണ് 1. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതാം, കുഴപ്പമില്ല. അടുത്ത് 2 1 എഴുതാൻ പറ്റുമോ നോക്കാം. 2 എന്നുള്ളത് അതേപോലെ എഴുതി. 1 എന്ത് ചെയ്യണം? 1ൻ്റെ സ്ക്വയർ വേണം എഴുതാൻ. 1ൻ്റെ സ്ക്വയർ എത്രയാണ്? 1. 2 തന്നെ. 1ൻ്റെ സ്ക്വയർ. ഇനി ഇതൊന്ന് വായിച്ച് നോക്കി. ഈ സൈഡിൽ 1ഉം ഇപ്പുറ സൈഡിൽ 2. ഇതിൻ്റെ ഉള്ളിൽ ഏതാ വലുത്? 1 ആണോ വലുത്? 1 വലുതല്ല. അപ്പോൾ ഈ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. നിങ്ങൾ നോക്കുക, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇവിടെ 2 ചെറുതല്ല, 2 വലുതാണ്. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അത് കാരണമാണ് ഞാനിവിടെ ഇങ്ങനെ ഒരു ചിഹ്നം ഇട്ടേക്കുന്നത്. സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ 1/2 എന്ന് പറയുന്നത് റിലേഷനിലുണ്ട്, ഓർഡേർഡ് പെയർ. പക്ഷേ 2 1 എന്നുള്ളത് റിലേഷനില്ല. അപ്പോൾ ഇതെന്തല്ല? സിമെട്രിക് അല്ല, നോട്ട് സിമെട്രിക്. ഓക്കെ, അടുത്തത് നമ്മൾ ചെക്ക് ചെയ്യുന്നു. ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യുന്നു. ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം 2 ഓർഡേർഡ് പെയർ എഴുതണം. എന്നിട്ട് മൂന്നാമത്തെ ഓർഡേർഡ് പെയറാണ് ചെക്ക് ചെയ്യേണ്ടത്. ആദ്യത്തെയും അവസാനത്തെ സംഖ്യകൾ ഉപയോഗിച്ചിട്ട് വേണം. ആദ്യത്തെ സംഖ്യ 3ഉം അവസാനത്തെ സംഖ്യ 1 ഉപയോഗിച്ചിട്ട് വേണം മൂന്നാമത്തെ ഓർഡേർഡ് പെയർ എഴുതാൻ. ഇങ്ങനെയാണ് നമ്മൾ എപ്പോഴും ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, 3 -2 നോക്കുക. 3 എഴുതണം, -2ൻ്റെ സ്ക്വയർ എഴുതണം. ഓക്കെ, 3 എഴുതി, -2ൻ്റെ സ്ക്വയർ എഴുതി. -2ൻ്റെ സ്ക്വയർ എത്രയാണ്? +4. +4 വലുതും 3 ചെറുതും. അപ്പോൾ ഈ കണ്ടീഷൻ, ഈ ഇൻഇക്വാലിറ്റി ഇവിടെ സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഇനി -2 1. ഈ 1ൻ്റെ സ്ക്വയർ വേണം ഇവിടെ എഴുതാൻ അല്ലേ? ഈ സൈഡിൽ -2. 1ൻ്റെ സ്ക്വയർ എത്രയാണ്? 1. ഇതെത്രയാണ്? -2. -2 ചെറിയ സംഖ്യയും 1 വലിയ സംഖ്യയും. ഓക്കെ, ഇതും എഴുതാൻ കുഴപ്പമില്ല. പക്ഷേ ഇനി 3ഉം 1 ഉപയോഗിച്ചിട്ട് വേണം അടുത്ത ഓർഡേർഡ് പെയർ എഴുതാൻ. നോക്കുക,
3 1 ഉപയോഗിച്ചിട്ട് എഴുതി. ഇനി ഇവിടെ 1ൻ്റെ സ്ക്വയർ വേണം എഴുതാൻ. 1ൻ്റെ സ്ക്വയർ എത്രയാണ്? 1. ഇതെത്രയാണ്? 3. ഇതിൻ്റെ ഉള്ളിൽ 1 എന്ന് പറയുന്നത് ചെറിയ സംഖ്യയും 3 എന്ന് പറയുന്നത് വലിയ സംഖ്യയാണ്. അപ്പോൾ ഈ ഇൻഇക്വാലിറ്റി ഇവിടെ സാറ്റിസ്ഫൈ ആവുമോ? ഇല്ല. ഈ ഇൻഇക്വാലിറ്റി തിരിച്ചിടേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഇൻഇക്വാലിറ്റി ഇവിടെ എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇതിങ്ങനെ സാറ്റിസ്ഫൈഡ് ആവില്ല. അപ്പോൾ നമുക്ക് പറയാം ഈ 3 1 എന്നുള്ളത് R എന്ന് പറഞ്ഞ റിലേഷനിൽ ഉൾപ്പെടുന്നില്ല. അത് കാരണം ഇറ്റ് ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ജനറൽ കേസ് ഉപയോഗിക്കേണ്ടി വരുന്നത് എപ്പോഴാണ്? ട്രാൻസിറ്റീവ് ആണ് എന്ന് തെളിയിക്കാനാണ്. ഇതൊക്കെ നോട്ട് സിമെട്രിക്കും ഒക്കെ ആയത് കാരണം നമുക്ക് എളുപ്പമായിരുന്നു. ഏതെങ്കിലും ഒരു ഉദാഹരണം എടുത്തിട്ട് കാണിച്ചാൽ മതിയായിരുന്നു. ഓക്കെ.